ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഞാനും SBI ക്ലർക്ക് പ്രിലിംസ് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നലെ വരും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇന്നലെയും വന്നില്ല. ഇന്നെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയില്ലേ, 31 ആയില്ലേ. അപ്പോൾ ഇന്നും കൂടി വന്നില്ലെങ്കിൽ പിന്നെ 15 ദിവസം മുമ്പെങ്കിലും റിസൾട്ട് വരേണ്ടതാണല്ലോ. അപ്പോൾ ഒരു നവംബറിലേക്ക് പോവില്ല, ഒക്ടോബർ 31 തന്നെ റിസൾട്ട് വരും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പൊതുവേ SBI ക്ലർക്ക് പ്രിലിംസ് വരുന്നത് രാത്രിയൊക്കെയാണ്. 7 മണിക്ക് ശേഷമൊക്കെയാണ് രാത്രിയും റിസൾട്ട് വരാറുണ്ട്. 12 മണിക്കൊക്കെ റിസൾട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പം മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മീൻസ് ഇനിയിപ്പം 2 ദിവസമായിട്ട് ഒന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലാണ് ഞാനുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നുള്ളൊരു ടെൻഷനുണ്ട്. കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അടുത്ത റിസൾട്ട് IBPS ക്ലർക്ക് വരാനുണ്ട്. പക്ഷേ SBI ക്ലർക്കിൽ എല്ലാത്രയും പ്രതീക്ഷ എനിക്ക് IBPS ക്ലർക്ക് പ്രിലിംസിന് ഇല്ല. എന്നാൽ പോലും അത് വരാനുണ്ട്. അതും ഇല്ലെങ്കിൽ RRBയിലേക്ക് മാറാനാണ്. അപ്പം ഞാൻ ഇന്നലെ RRB പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മെയിൻസ് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാണ്ട് ഇരിക്കരുത്. ഒന്നെങ്കിലും അതായത് ഏതെങ്കിലും ഒരു ദിവസം ഒരു മോക്കെങ്കിലും അറ്റൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ RRB POൻ്റെയും RRB ക്ലർക്കിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പം ഉണ്ടാവുന്നതിനേക്കാളും ഈസി ആയിട്ട് ഇപ്പം എനിക്ക് പ്രിലിംസ് തോന്നുന്നുണ്ട്. കാരണം മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ലെവലിൽ ചെയ്യുന്നതുകൊണ്ട് അതിന് താഴെയുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പോഴും. കാരണം RRB POക്ക് ഭയങ്കര സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. RRB ക്ലർക്കിന് എനിക്ക് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം 71 ഔട്ട് ഓഫ് 80 അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കറക്റ്റാണ്. 100% ആക്യുറസിയിലാണ് എക്സാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 75 ഒക്കെ കട്ട് ഓഫ് വരാമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാം. ക്ലർക്കിനായതുകൊണ്ട് കുറച്ച് കുറവായിരിക്കാം. എന്നാൽ പോലും 70 എബോവ് എന്തായാലും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്ലർക്ക് കുഴപ്പമില്ല. പക്ഷെ POൻ്റെത് സമയം, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനറിയാം, പക്ഷെ സമയം തികയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം RRB POക്കുണ്ട്. ഇത് RRB ക്ലർക്കിൻ്റെയാണ്. RRB ക്ലർക്കും POയും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം പ്രിലിംസ് കിട്ടാൻ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കട്ട് ഓഫ് കൂടുതലുണ്ടാവും. 80 മാർക്കിൽ 70 മുകളിൽ കട്ട് ഓഫ് വരും. പക്ഷേ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു ഇതുണ്ട്. റീസണിങ്ങും ക്വാണ്ടും മാത്രമാണ് RRB ക്ലർക്കിന് പ്രിലിംസിന് ഉണ്ടാവുക. മെയിൻസിന് മാത്രമേ ഇംഗ്ലീഷും GAയും ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രിലിംസ് ഇത് രണ്ടും കുറച്ചും കൂടി, റീസണിങ്ങും ക്വാണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൺസെപ്റ്റൊക്കെ അറിയുന്ന ഒരാൾക്ക് അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, 80 ഔട്ട് ഓഫ് 80 അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം. POയും അതേപോലെ തന്നെയാണ്. റീസണിങ്ങും ക്വാണ്ടും മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. സോ RRB ഇതാണ്, കട്ട് ഓഫ് കൂടുതലാണ്. പക്ഷേ എക്സാം കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. പക്ഷേ നല്ല കട്ട് ഓഫ് ഉണ്ടാകും. സോ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. അത്ര എളുപ്പമല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങളും, അല്ലേ? അപ്പോൾ അത് വന്നിട്ട് പഠിക്കാൻ നിൽക്കുന്നവരുണ്ടാവും. ഇപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ അത് വന്നിട്ട് പഠിക്കാൻ നിൽക്കണോ, ഇനിയിപ്പോൾ ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങും. കാരണം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും 15 ദിവസമല്ലേ കിട്ടൂ റിസൾട്ട് വന്നിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര റഷായി തോന്നും. അപ്പോൾ ഇന്നും കൂടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇന്നും കൂടി വന്നില്ലെങ്കിൽ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ മനസ്സിലിങ്ങനെ ചെയ്യണോ, റിസൾട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ വെറുതെ ആവുമോ, RRBക്ക് വേണ്ടി പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇപ്പം ഞാൻ മെയിൻസിന് പഠിക്കാത്ത സമയത്ത് RRBക്ക് പഠിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, GA ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പ്രിൻ്റ് എടുത്ത് വെക്കുക, ഞാൻ വെച്ചു PDF കണ്ട് പഠിക്കാൻ പറ്റാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പ്രിൻ്റ് എടുത്ത് ഞാൻ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അതങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. മൈൻഡ് സെറ്റ് ശരിയാവുന്നില്ല GA പഠിക്കാൻ. കാരണം ഓൾറെഡി ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു, GA എനിക്ക് പറഞ്ഞതല്ല, GA എനിക്ക് കിട്ടില്ല എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കണം എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. കാരണം എൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ, പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. ഞാനിപ്പം SBI ക്ലർക്ക് പ്രിലിംസ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത്, എന്ത് മടി വന്നു കഴിഞ്ഞാലും, എത്ര ബോറടിച്ചു കഴിഞ്ഞാലും GAൻ്റെ
ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മന്തിന്റെ മന്ത് വൈസ് PDF ക്യാപ്സ്യൂൾസ് ഒക്കെ എടുത്ത് പഠിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പം ഞാനുള്ളത്. കാരണം ആ 3 മാസം വായിച്ച് വിടുകയെങ്കിലും ചെയ്യണം. അതായത് ഒന്നും നോക്കാണ്ട് വായിച്ച് വിടുകയെങ്കിലും ചെയ്യണം. ഇപ്പം എനിക്ക് റീസണിങ് 40 മാർക്ക് വരെ എത്തിട്ടോ. ഞാനത് മുമ്പ് വീഡിയോ ചെയ്യുമ്പം റീസണിങ്ങിൽ എനിക്ക് 30 എബോവ് മാർക്കാണ് കിട്ടുന്നുണ്ടായത്. ഇപ്പം എനിക്ക് 44, 40+ മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 80 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മെയിൻസ് ക്വാളിഫൈ ചെയ്യുള്ളൂ OBC ആവുമ്പം. അപ്പം ഒരു 90, 100 അറ്റംപ്റ്റ് എങ്കിലും കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഒരു വായനയിലൂടെ കിട്ടിയ ഒരു ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ അതിലൊരു 25 മാർക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ക്വാണ്ടും 20 മാർക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു 45 മാർക്കൊക്കെ കിട്ടും. ഇംഗ്ലീഷും ക്വാണ്ടും വെച്ചിട്ടൊരു ഇംഗ്ലീഷും ക്വാണ്ടും വെച്ചിട്ടൊരു 45 മാർക്കിൻ്റെ അടുത്ത് കിട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 85 മാർക്ക് ആയല്ലോ. ആ ഒരു രീതിയിലാണ് വിചാരിക്കുന്നത്. GA അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലും റിസ്ക് എടുക്കില്ല. GA വെറുതെ കറക്കിക്കുത്താൻ ഞാൻ പോകുന്നില്ല എന്തായാലും. അപ്പോൾ പക്ഷെ 3 മാസത്തെ ഇത് വായിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും 1ഓ 2ഓ ക്വസ്റ്റ്യൻ എങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സോ അപ്പോൾ അങ്ങനെ കിട്ടിയാലായല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം എന്തായാലും എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ GA ഞാൻ 3 മാസത്തെ എന്തായാലും ഞാൻ പഠിക്കും എന്നുള്ളൊരു പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ബാക്കി ഇത് പ്രാക്ടീസ് ചെയ്യണം. ക്വാണ്ടും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ക്വാണ്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ DI ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുന്നില്ല. ബാക്കി ക്വാണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ക്വാണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് എല്ലാ ക്വസ്റ്റ്യനിലേക്കും എത്തുന്ന ഒരു പ്രശ്നമുണ്ട്. ടൈം മാനേജ്മെന്റ് വഴി എല്ലാ ക്വസ്റ്റ്യനിലേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം പാരാജമ്പിൾസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ടോയെന്ന് റീസണിങ്, അതേപോലെ RC ഒക്കെ 2 RC ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെയ്യാം എന്നുള്ളത് തോന്നും, പക്ഷെ സമയം പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ടൈം മാനേജ്മെന്റ് ശരിയാക്കാനുണ്ട്. ക്വാണ്ട് കുറച്ചും കൂടി കൺസെപ്റ്റ് വൈസ് ഓക്കെ ആക്കാനുണ്ട്. അതിന് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റില്ല ക്വാണ്ട്, കാരണം എല്ലാ കൺസെപ്റ്റും ഓക്കെ അല്ല. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചൂസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു അതൊന്ന് ശരിയാവാനുണ്ട്. അപ്പം ഇനിയുള്ള 15 ദിവസം അതിന് വേണ്ടി മാത്രം മാറ്റി വെക്കാം. എന്നുവെച്ചാൽ എനിക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ട്. അപ്പം അതെപ്പെങ്കിലും പോയാൽ മതി. പാർട്ട് ടൈം ആണ്. അപ്പം എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് വെക്കാം. കാരണം എനിക്കൊരു 8, 10 മണിക്കൂർ എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്കൊരു 8, 10 മണിക്കൂർ പഠിക്കാൻ മാത്രമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു 8, 10 മണിക്കൂർ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ ഒന്നുകിൽ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ നോക്കിയിരിക്കും, സീരീസ് നോക്കിയിരിക്കും. കാരണം ഭയങ്കര പെട്ടെന്ന് ഡൈവേർട്ട് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു 8, 10 മണിക്കൂർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ 15 ദിവസം എനിക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. മാക്സിമം ടൈം ഇരുന്ന് പഠിക്കണം. മാക്സിമം ടൈം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എത്രത്തോളം പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഡീവിയേറ്റ് ആയി പോവരുത്, ഡൈവേർട്ട് ആയി പോവരുത് എന്നുള്ളൊരു എന്നോട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഡൈവേർട്ട് ആവരുത് എന്നുള്ളത്. അതേപോലെ ബാക്കിയുള്ള ഇപ്പം ഹിന്ദി യൂട്യൂബ് ചാനൽസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സജഷൻസ് വരാം. പക്ഷെ അത് കാണുമ്പം അതും മടുപ്പാണ്. കാരണം ഹിന്ദിയിൽ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന പോലെയല്ല ഉള്ളത്. പിന്നെ ചില വാക്കുകളൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം വെറുതെ പോവുകയല്ലേ. അപ്പോൾ നമ്മൾ ഒരു 2, 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാലും അതിന്ന് സ്കിപ്പായി പോവുക ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കിലാണോ മോക്ക് ചെയ്യുന്നത്? യെസ്, ഞാൻ ടെക്സ്റ്റ് ബുക്കിലാണ് മോക്ക് ചെയ്യുന്നത്. ഞാൻ പ്രാക്ടീസ് മോക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര മോക്ക് പ്ലാറ്റ്ഫോംസ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായി തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യം ടെക്സ്റ്റ് ബുക്ക് എടുത്തു. ഫസ്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ടെക്സ്റ്റ് ബുക്കാണ് എടുത്തത്. കാരണം നമുക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചൂസ് ചെയ്യാം എന്നുള്ള കാരണം അതിൻ്റെ ഇൻ്റർഫേസ് നല്ല ഇൻ്റർഫേസ് ആണ്. പക്ഷെ അതൊരിക്കലും ആക്ച്വൽ എക്സാം ഇൻ്റർഫേസ് അല്ല. അത് മനസ്സിലാക്കണം. പക്ഷെ ഒരു ബിഗിനർക്ക് അത്യാവശ്യം കാര്യങ്ങൾ, അതായത് ടൈം പോകുന്ന വഴി, ടൈം അവിടെ കാണിക്കില്ലേ, എഴുതി കാണിക്കുന്ന ടൈം. അപ്പോൾ എത്ര ടൈം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് അറിയാം. പിന്നെ കുറച്ചും കൂടി ഒരു കംഫർട്ട് ആയിട്ടുള്ള ഇൻ്റർഫേസിൽ തുടങ്ങുമ്പം നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി വരും, ഒരു ത്വര വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒരിക്കലും എന്ത് മനസ്സിലാക്കണം, അതല്ല എക്സാം ഇൻ്റർഫേസ് എന്ന് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ മാറണം. അതായത് എക്സാം ഇൻ്റർഫേസ് വരുന്നത് പ്രാക്ടീസ് മോക്കാണ്. പക്ഷെ പ്രാക്ടീസ് മോക്ക് ആരും സജസ്റ്റ് ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പ്രാക്ടീസ് മോക്ക് ആക്ച്വൽ എക്സാമിൻ്റെ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ആ ഇൻ്റർഫേസിൽ
പ്രാക്ടീസ് മോക്കിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമാവില്ല. അതായത് അത് തന്നെയാണ് ഫസ്റ്റ് നിങ്ങളെടുത്ത് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഇഷ്ടമാവില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു മടുപ്പായി മാറും. അപ്പോൾ പ്രാക്ടീസ് മോക്ക് നിങ്ങളൊരു എക്സാം ടൈം ആവുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് മോക്ക് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മോക്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാറിക്കോളും. അല്ല, നിങ്ങൾ ജസ്റ്റ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഒരു മോക്ക് ടെസ്റ്റുമായിട്ടൊരു ഇഷ്ടം തോന്നാനും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗൈഡ്ലി ഉണ്ട്. ഗൈഡ്ലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. ഗൈഡ്ലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെവൽ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല എക്സാംസ്, അതായത് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലെവൽ മോക്ക് ചെയ്യണം. നിങ്ങൾ കുറച്ചും കൂടി ബിഗിനർ അല്ല, നിങ്ങൾ കുറച്ചും കൂടി നല്ലൊരാളാണ്, കുറച്ചും കൂടി കൂടുതൽ കാലം പ്രാക്ടീസ് ചെയ്ത് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഗൈഡ്ലിയിൽ ചെയ്യുന്നതായിരിക്കും. ഒരു 2-3 വർഷമായിട്ടൊക്കെ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഗൈഡ്ലിയിൽ ചെയ്യാം. കാരണം ഗൈഡ്ലി കുറച്ചും കൂടി ലെവൽ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരിക. അതേപോലെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യില്ല, ക്ലിയർ ആവില്ല ആദ്യമൊക്കെ. പക്ഷെ അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്ലിയർ ആയ ഒരു ഫീൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും. ബാക്കി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഗൈഡ്ലി എടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിട്ട് തോന്നും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ബാങ്ക് എക്സാമിനോടുള്ളൊരു ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവുക, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും ഫസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. സോ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കും ഞാൻ ഗൈഡ്ലി പ്രിഫർ ചെയ്യില്ല. കാരണം ഫസ്റ്റ് നമുക്ക് കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. ആക്ച്വൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. ആൻഡ് കട്ട് ഓഫ് കുറച്ച് ഹൈ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ആക്ച്വൽ എക്സാമിൻ്റെ കട്ട് ഓഫിനെക്കാളും ഒരു പടി മുന്നിലായിരിക്കും അതിൽ കട്ട് ഓഫ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗൈഡ്ലിയും പ്രാക്ടീസ് മോക്ക് ഇൻ്റർഫേസിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കുറയും, താല്പര്യം കുറയും. ഗൈഡ്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളായിട്ട് മാറും. സോ ടെക്സ്റ്റ് ബുക്കാണ് കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇത് കമൻ്റായിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും പ്രൊമോഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ പ്രാക്ടീസ് മോക്കിലേക്ക് മാറാറുണ്ട്. അതായത് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ പ്രാക്ടീസ് മോക്കിനും എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം ആ ഇൻ്റർഫേസ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് മോക്കിനും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ് ഇത്. നിങ്ങൾ എത്രണ്ണം പർച്ചേസ് ചെയ്യണം, അത്രയും വലിയ പൈസയൊന്നുമില്ല. ഇപ്പോൾ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മുമ്പൊക്കെ ദീപാവലി ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറയും. ഒരു 600 രൂപയുടെ അടുത്താണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് 600 ചില്ലറക്കോ മറ്റാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. പ്രാക്ടീസ് മോക്ക് 200 ചില്ലറക്കോ മറ്റാണ് കിട്ടിയത്. 200 എത്രയോ ആണെന്ന് തോന്നുന്നു എനിക്ക്. പ്രാക്ടീസ് മോക്ക് ആ സമയത്ത് എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പ്രാക്ടീസ് മോക്ക് എടുക്കുന്നത്. അപ്പോൾ പ്രാക്ടീസ് മോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൈഡ്ലി എനിക്കറിയില്ല. ഗൈഡ്ലിയിലും എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട്. ഓഫേഴ്സ് അധികം കാണാറുണ്ട് ഗൈഡ്ലിയിൽ. അപ്പോൾ നിങ്ങളെ ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ആ ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നാറ്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയും നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത് ആദ്യം ചൂസ് ചെയ്യുക. പിന്നെ ഒരു എക്സാം ഇൻ്റർഫേസുള്ള പ്രാക്ടീസ്, അത് നിർബന്ധമായിട്ടും വേണം. എക്സാം ഇൻ്റർഫേസ് ഉള്ളതിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇപ്പം എന്താ ചെയ്യാന്നറിയില്ല. SBI ക്ലർക്കിൻ്റെ റിസൾട്ട് വരട്ടെ, വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. നമുക്കത് ചെയ്യാം. പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഡെയിലി ഇടാറുണ്ട്. പിന്നെ ഇപ്പം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സൂപ്പർ പാസ് അവിടെ പാസ്സാണ്. അപ്പോൾ അവിടെ 2-3 തരത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്സ്റ്റ് ബുക്ക് പാസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് പാസ് പ്രോ ഉണ്ട്. അപ്പോൾ പാസ് എടുത്തവർക്ക്, ഞാൻ പാസ്സാണ് എടുത്തത്, അപ്പോൾ പാസ് എടുത്തവർക്ക് ഇപ്പോൾ ഒരു ഡേ വൈസ്, അതായത് 15 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. 15 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് എനിക്ക് വരുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല, കിട്ടുന്നുണ്ടോ എന്നറിയില്ല. കിട്ടും എന്ന് തോന്നുന്നു. സൂപ്പർ പാസ് ഉള്ളവർക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ആരും അത് ചോദിക്കാത്തതുകൊണ്ട് ഞാനത് അയച്ചിട്ടില്ല.
അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരാം. കമന്റ് ആയിട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ഞാനത് അതിലേക്ക് ഇടാവുന്നതാണ്. അപ്പൊ ചോദിക്കാത്തതുകൊണ്ട് ഞാനത് മറന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അപ്പം തന്നെ അയച്ചു തരാം. പിന്നെ എഡിറ്റോറിയൽസും കാര്യങ്ങളൊക്കെ ദിവസം ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ടെലഗ്രാം ചാനലിൽ ചെയ്യാം ട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. സ്റ്റേ കോൺഫിഡന്റ്. നിങ്ങൾ എന്തായാലും പാസ്സാവില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പാസ്സാവട്ടെ, എല്ലാവരും പാസ്സാവട്ടെ എന്നുള്ള ഒരു ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു.